സോ നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെ ജനുവരി പകുതിയോടുകൂടി നമ്മളുടെ ഈ വർഷത്തെ 2025-26 SSLC പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ട ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സോഷ്യൽ സയൻസിൻ്റെ എല്ലാ ടോപ്പിക്കുകളും ഇന്നത്തെ ഈ ഒരു ക്ലാസ്സോടുകൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ ക്ലാസ് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി ബാക്കി പറഞ്ഞ സോഷ്യൽ സയൻസ് ഫസ്റ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സബ്ജക്റ്റുകളും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോടകം കംപ്ലീറ്റ്, അതായത് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ അവസാനത്തെ ചാപ്റ്റർ വരെയുള്ള ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പോയിന്റുകളും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വളരെ വിശദമായി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല അതിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതിനോടകം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്കത് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതിന് വേണ്ടി ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. പറ്റാത്തവർക്ക് വാട്സാപ്പിലും ജോയിൻ ചെയ്യാം. സോ നിങ്ങളത് ഞാൻ പറഞ്ഞിരുന്നു കംപ്ലീറ്റ് ചെയ്യുമെന്ന്. നമ്മൾ ഇന്നത്തോടെ എന്ത് ചെയ്യാണ്, കംപ്ലീറ്റ് ചെയ്യുകയാണ്. നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന ചാപ്റ്ററിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ഇന്നത്തോടു കൂടി നമ്മൾ ഈ ചാപ്റ്ററും തീർക്കും. അപ്പോൾ നമ്മൾ ഇനി എന്താ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലൂറലിസത്തെ പറ്റിയാണ് പഠിക്കാനുള്ളത്. ഫ്രം ഡൈവേഴ്സിറ്റി ടു പ്ലൂറലിസം. നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള പാർട്സുകൾ ഏതൊക്കെയാണെന്നും ആ ഓരോ പാർട്സുകളെയും പറ്റിയിട്ട് നമ്മൾ വളരെ വിശദമായിട്ട് പഠിച്ചു. അപ്പോൾ ഫസ്റ്റ് പഠിക്കേണ്ടത് എന്താണ് ഈ പറയുന്ന പ്ലൂറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ സൊസൈറ്റിയിൽ മതം, ജാതി, ഇതിൻ്റെയൊക്കെ പേരിൽ ഭാഷ, ഇതിൻ്റെയൊക്കെ പേരിൽ ട്രൈബ്സ്, അർബൻ, റൂറൽ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സൊസൈറ്റിയിൽ വ്യത്യസ്തത അഥവാ ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഒന്ന്, പ്ലൂറൽ എന്ന് പറഞ്ഞാൽ ഒന്നിലധികം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൊസൈറ്റിയിൽ ഒന്നിലധികം ഈ പറയുന്ന വ്യത്യസ്തതകൾ ഉണ്ട് എന്നും ആ വ്യത്യസ്തതകളെ ഒരുമിച്ച് നമ്മൾ കൊണ്ടുപോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, പ്ലൂറലിസം എന്ന് പറയുന്നത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പേര് ഇവിടെ ഉണ്ട് എന്നല്ല, ഉണ്ട്, അവരെല്ലാവരും എന്ത് ചെയ്ത് പോവുകയാണ്, ഒരുമിച്ച് പോവുകയാണ്. ഇതാ ഇവിടെ ഉദാഹരണമായിട്ട് തന്നിരിക്കുന്ന ഓർക്കസ്ട്രയാണ് അല്ലേ. അപ്പോൾ നമ്മളൊരു ഓർക്കസ്ട്ര എന്ന് പറയുമ്പോൾ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള സംഗീത ഉപകരണങ്ങളുണ്ട്. എന്നാൽ അതിൽ എന്തെങ്കിലും ഒന്ന് നമുക്കൊരു അരോചകമായിട്ട് തോന്നുമോ? ഇല്ലല്ലോ. അതെല്ലാം നമ്മൾ വളരെ നല്ല രീതിയിൽ ട്യൂൺ ചെയ്തിട്ടാണ് അവതരിപ്പിക്കുന്നത് അല്ലേ. ഒരു പാട്ടിനോടൊപ്പം ഇതെല്ലാം കേൾക്കും, നമുക്ക് എല്ലാം വ്യത്യസ്തമായിട്ട് കേൾക്കാനും പറ്റും. അത് ഓരോന്നിൻ്റെയും ആ പറയുന്ന രസം നമുക്ക് അറിയാനും സാധിക്കും. ഇതുപോലെ ആയിരിക്കണം ഒരു സൊസൈറ്റി. സൊസൈറ്റിയിൽ വ്യത്യസ്തതകളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരുണ്ട്, പല ജാതിക്കാരുണ്ട്, പല മതത്തിൽപ്പെട്ടവരുണ്ട്, പല റീജിയനിൽപ്പെട്ടവരുണ്ട്, പല ഭാഷ പറയുന്നവരുണ്ട്. എല്ലാവരുടെയും ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടും മറ്റുള്ള ഒരാൾക്ക് അവൻ്റെ മതവും അവൻ്റെ ജാതിയും അല്ലെങ്കിൽ അവൻ്റെ എന്താണോ ഈ പറയുന്ന വ്യത്യസ്തത അത് അവൻ്റേതായ രീതിയിൽ കൊണ്ടുപോകാനുള്ളൊരു അവസരം കൊടുക്കുന്നതിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പ്ലൂറലിസം എന്ന് പറയുന്നത്. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ബയോ ജീവജാലങ്ങളുടെ വ്യത്യസ്തത. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ വ്യത്യസ്തതയോടൊപ്പം തന്നെ എല്ലാം കൂടെ ഒരുമിച്ച് പോകുന്നു, തീർന്നു. ഇത്രയേ ഉള്ളൂ സംഭവം. അപ്പോൾ എന്താണ് പ്ലൂറലിസം? ഇറ്റ് ഇൻവോൾവ് എ സിറ്റുവേഷൻ വെയർ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ്, റിലീജിയൻ, റേസ് ലീവ് ടുഗദർ ഇൻ എ സൊസൈറ്റി ബൈ ഫോളോയിങ് ദെയർ ഓൺ ട്രഡീഷൻസ് ആൻഡ് ഇൻട്രസ്റ്റ്. അപ്പോൾ നമ്മുടെ സ്വന്തം, നമ്മൾ പറയത്തില്ലേ, നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ ഉദാഹരണം എടുത്താൽ മതി. കുറച്ചുകൂടി നന്നായിട്ട് നമ്മുടെ കേരളത്തിൻ്റെ ഉദാഹരണം എടുത്താൽ മതി. ഇതിൽ ഏറ്റവും തമ്മിത്തല്ലുണ്ടാക്കുന്ന സാധനം മതമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. നമ്മളിവിടെ അത്യാവശ്യം നല്ല രീതിയിലാണ് എല്ലാവരും പോകുന്നത് അല്ലേ. ഇവിടെ ഓണം ആഘോഷിക്കുന്ന മറ്റു മതക്കാരുണ്ട്, ക്രിസ്മസ് ആഘോഷിക്കുന്ന എല്ലാ മതക്കാരുമുണ്ട്, ബക്രീദിനും പെരുന്നാളിനും നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്ടിൽ നമ്മൾ ബിരിയാണി കഴിക്കാൻ പോകാറുമുണ്ട്. അവിടെ ആരും എന്ത് ചെയ്യാറില്ല, മതം നോക്കാറില്ല. നോക്കാറുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മൾ ഓരോരുത്തരും നമ്മളുടെ മതം, നമ്മൾ അമ്പലത്തിൽ പോകുന്നു, നമ്മൾ പള്ളിയിൽ പോകുന്നു, നമ്മൾ മോസ്കിൽ പോകുന്നു. മറ്റൊരുത്തം പോകുന്നതിന് നമ്മൾ തടയുന്നുമില്ല, മറ്റൊരുത്തനും പോകുന്നു, അത് കണ്ട് നമുക്ക് സന്തോഷം അല്ലേ. മണ്ഡലകാലമാകുമ്പോൾ ശബരിമലയിൽ അയ്യപ്പന്മാർ പോകും. ഈ അയ്യപ്പന്മാർ പോകുമ്പോഴത്തേക്കും ഹിന്ദുക്കളായിട്ടുള്ളവർ മാത്രമാണോ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നത്? അല്ലല്ലോ, എല്ലാ മതക്കാരും ചെയ്തു കൊടുക്കുന്നില്ലേ. അതുപോലെ ഓരോ മതത്തിൻ്റെയും ഓരോ ആചാരങ്ങൾ നമ്മൾ, അല്ലെങ്കിൽ ഓരോ ആചാരവും നല്ല വ്യത്യസ്തതകൾ, അത് മതം തന്നെ ആകണമെന്നില്ല, നമുക്ക് പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മതം ആയതുകൊണ്ട് പറയുന്ന. അപ്പോൾ ഈ വ്യത്യസ്തതകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അംഗീകരിച്ച് ഒരുമിച്ച് പോകുന്നു. ഇതാണ് പ്ലൂറലിസം. അപ്പോൾ എന്താണ്? ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ. ഇതൊരു സിറ്റുവേഷൻ, ഒരു അവസ്ഥയാണ്. അവിടെ എന്താണ്, വ്യത്യസ്തമായിട്ടുള്ള ക്ലാസ്സിലോ മതത്തിലോ റേസിലോ പെടുന്ന ആൾക്കാർ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് ജീവിക്കുന്നു. ഇറ്റ് പ്രൊമോട്ട് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്, ഫോസ്റ്ററിങ് മ്യൂച്വൽ റെസ്പെക്റ്റ്, ലവ്, ഫ്രണ്ട്ഷിപ്പ് അല്ലേ. എന്താണ്, പരസ്പര ബഹുമാനം, സ്നേഹം, എന്താണ് സാഹോദര്യം, ഫ്രണ്ട്ഷിപ്പ് എന്ത് ചെയ്യുന്നു, നമ്മൾ കൊണ്ടു നടക്കുന്നു, വ്യത്യസ്തതകൾ നോക്കാതെ. സോ പ്ലൂറലിസം എൻഷുവേഴ്സ് ഡൈവേഴ്സിറ്റി, does not lead to division. Instead, it contribute to unity and coexistence അല്ലേ. അവിടെ വ്യത്യസ്തത ഉണ്ടെങ്കിലും അവിടെ എന്താണ്, ഐക്യമാണ് പ്രൊമോട്ട് ചെയ്യുന്നത്.
ഇഫ് ഡൈവേഴ്സിറ്റി നാച്ചുറലി എക്സിസ്റ്റ്, അതായത് വ്യത്യസ്തത എന്ന് പറയുന്നത് പ്രകൃതി ദത്തമായി ഉണ്ടാകുന്നത് തന്നെയാണ്. എന്നാൽ പ്ലൂറലിസം ഇൻറ്റൻഷനലി നമ്മൾ എന്ത് ചെയ്തു, ഉണ്ടാക്കിയെടുക്കുന്ന ഒന്നാണ്. അതായത് നമ്മളുടെ മതങ്ങൾ പറയുന്ന കാര്യം നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചില്ലേ, പരസ്പരം വെറുക്കാനും തമ്മിത്തല്ലാനും പഠിപ്പിക്കാതെ നമ്മൾ തന്നെ എന്ത് ചെയ്യുന്നു, കാരണം നമുക്ക് പലപ്പോഴും അറിയാവുന്ന കാര്യമാണ്, നമ്മളുടെ കൂടെ ഉള്ളവർ അല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഒരാളോ ഒരു കാര്യമോ നമുക്ക് നടക്കുമ്പോൾ അത് കാണുമ്പോൾ നമുക്ക് ആദ്യം ചിലപ്പോൾ ഒരു ദേഷ്യമോ വിഷമമോ ബുദ്ധിമുട്ടോ ഉണ്ടായേക്കാം. ഈ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മൾ ഇൻറ്റൻഷനലി നമ്മൾ ചിന്തിക്കും, അത് ചെയ്യുന്നത് ശരിയല്ല, അത് അവൻ്റെ വിശ്വാസമാണ്, അല്ലെങ്കിൽ അവൻ്റെ ആചാരമാണ്, അല്ലെങ്കിൽ അവൻ്റെ നാട്ടിൽ ചെയ്യുന്ന രീതിയാണ്, നമ്മളതിനെ തടയാൻ പോകണ്ട, നമ്മളത് ചെയ്യുന്നത് ശരിയല്ല എന്ന് നമ്മൾ സ്വയം ചെയ്യുന്നതല്ലേ. അത്ര ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. ഇതാണ് പ്ലൂറലിസം എന്ന് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് എല്ലാ ആൾക്കാർക്കും സന്തോഷത്തോടെ ജീവിച്ചു പോകണം. അത് നിയമപരമായി തരുന്നുണ്ട്, നിയമപരമായി അല്ലാതെ നമ്മളും സ്വയം ചിന്തിച്ച് ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തിയാണ് പ്ലൂറലിസം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം എന്താണ് പ്ലൂറലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ഇൻവോൾവ് എ സിറ്റുവേഷൻ വെയർ പീപ്പിൾ ഓഫ് ഡിഫറെൻറ്റ് സോഷ്യൽ ക്ലാസ്സസ്, റിലീജിയൻ ആൻഡ് റൈസസ് ലീവ് ടുഗദർ ഇൻ എ സൊസൈറ്റി ബൈ ഫോളോയിങ് ദിയർ ഓൺ ട്രഡീഷൻസ്. ഈ പറഞ്ഞ പ്ലൂറലിസവുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി പോയിന്റുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇവിടെ എന്താണ്, ഇവിടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷൻ, റെസ്പെക്റ്റ്, ലവ്, ഫ്രണ്ട്ഷിപ്പ് ഒക്കെയാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്, ഇർറെസ്പെക്റ്റീവ് ഓഫ് ദിസ് ഡൈവേഴ്സിറ്റി. ഈ വ്യത്യസ്തത മാറ്റി നിർത്തിയിട്ട് അല്ലേ. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരു കുട്ടി നിങ്ങളെ കൂടെ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവനെ ഒറ്റപ്പെടുത്തുമോ, കൂടെ നിർത്തുമോ? കൂടെ നിർത്തും. ഇവിടെ തമിഴ് സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമ്മൾ തിയേറ്റർ തല്ലിപ്പൊളിക്കുമോ, അത് നമ്മൾ പോയി കാണുമോ? നമ്മൾ പോയി കാണും. എന്തുകൊണ്ടാണ്? ഇവിടെ ഹിന്ദി സിനിമ റിലീസാവുന്നു, നമ്മൾ പോയി കാണുന്നില്ലേ? അല്ല, ഹിന്ദി ഭാഷ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ പോയിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്നാൽ ചില സ്ഥലത്ത് പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? അപ്പോൾ അത് ശരിയല്ല. നമ്മളുടെ മതവും നമ്മുടെ ഭാഷയും ഒക്കെ വലുതാണ്, ശ്രേഷ്ഠമാണ് എന്ന് പറഞ്ഞ് മറ്റുള്ളവൻ്റെ ഭാഷ മോശമാണെന്ന് പറയേണ്ട ആവശ്യവും നമുക്കില്ല. സോ ഇറ്റ് എൻഷുവേഴ്സ് ഡൈവേഴ്സിറ്റി. വ്യത്യസ്തത അതേ രീതിയിൽ തന്നെ നിലനിൽക്കാൻ അത് സഹായിക്കുന്നു. അതെന്തിൽ കാരണമാക്കുന്നില്ല? ഈ വ്യത്യസ്തത എന്ന് പറയുന്നത് നമുക്കിടയിലുള്ള വിവേചനത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് മാറുന്നില്ല. ഉപദേശം അല്ലെ, മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന പോലെ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ പറയുന്ന ഡൈവേഴ്സിറ്റി പ്രകൃതിയിലുണ്ട്, പക്ഷേ പ്ലൂറാലിറ്റി നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യും. ഇന്ത്യയിൽ ഈ പറയുന്ന പ്ലൂറാലിറ്റി അല്ലെങ്കിൽ പ്ലൂറലിസം നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ നോക്കി, ഡൈവേഴ്സിറ്റി ഇൻ എ സൊസൈറ്റി മീൻസ് പ്രസൻസ് ഓഫ് ഡിഫറെൻറ്റ് വിത്തിൻ ദ സൊസൈറ്റി. ഇറ്റ് ഇൻക്ലൂഡ് കൾച്ചറൽ, റിലീജിയസ്, ലിംഗ്വിസ്റ്റിക്, റേഷ്യൽ ആൻഡ് സോഷ്യൽ ഡിസ്റ്റിങ്ഷൻസ്. ദീസ് ഡൈവേഴ്സിറ്റീസ് മേ ഓർ മേ നോട്ട് ഹാവ് മ്യൂച്വൽ റിലേഷൻസ് ഓർ മ്യൂച്വൽ റെസ്പെക്ട്. എന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റിയുടെ വ്യത്യാസമാണ് ഇവിടെ പറയുന്നത്. പ്ലൂറലിസത്തിൻ്റെ ഡെഫിനിഷനാണ് ഈ മോളിൽ കിടക്കുന്നത്, ഡൈവേഴ്സിറ്റിയുടെ ആണ് ഈ താഴെ പറയുന്നത്. എന്ന് വെച്ചാൽ ഡൈവേഴ്സിറ്റിയും പ്ലൂറലിസവും ഇവിടെ ടെസ്റ്റ് പറയുന്നുണ്ട്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാറുണ്ട് അല്ലേ. ഈ പറയുന്ന ഇൻ്റർചേഞ്ച് ചെയ്തല്ല, ഇത് ഇൻ്റർചേഞ്ച് ചെയ്ത് ഉപയോഗിക്കേണ്ട ഒരു വാക്കല്ല, ഇത് രണ്ട് വാക്ക് തന്നെയാണ്. ഡൈവേഴ്സിറ്റിയിൽ വ്യത്യസ്തതയെപ്പറ്റി മാത്രമേ പറയുന്നുള്ളൂ, പക്ഷേ പ്ലൂറാലിറ്റിയിൽ വ്യത്യസ്തത ഉള്ളവർ ഒരുമിച്ച് നിൽക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. എത്രയോ സിമ്പിളായിട്ട് നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളൂ. അങ്ങനെയുള്ള ഈ പറയുന്ന പ്ലൂറാലിറ്റിക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. എന്തൊക്കെ ചലഞ്ചസ് ആണുള്ളതെന്ന് ചോദിച്ചാൽ, ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, കമ്മ്യൂണൽ വയലൻസ് ആൻഡ് റിയോട്ട്സ്. എന്തൊക്കെ പറഞ്ഞാലും ചില സമയത്ത് മതത്തിൻ്റെ പേരിൽ നാട്ടുകാർ, ജനങ്ങൾ തമ്മിൽ തല്ലാറുണ്ട് അല്ലേ. റൈസ് ഓഫ് മെജോറിറ്റേറിയൻ പൊളിറ്റിക്സ്. ചില വിഭാഗക്കാർ മാത്രം രാഷ്ട്രീയത്തിൽ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി മാത്രം രാഷ്ട്രീയക്കാർ ചലിക്കുമ്പോൾ, പ്രവർത്തിക്കുമ്പോൾ അവിടെ മറ്റുള്ളവർക്ക് ദേഷ്യം ഉണ്ടാകുന്നു. കൂടുതൽ വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്ക് തന്നെ അറിയാം എന്താ കാര്യമെന്ന്. പൊളിറ്റിക്കൽ പോളറൈസേഷൻ ആൻഡ് ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് അല്ലേ. വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന അവരുടെ എന്തെങ്കിലും ജാതി മതത്തിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് രാഷ്ട്രീയപരമായി ജനങ്ങളെ വിഘടിപ്പിക്കുക, പോളറൈസ് ചെയ്യുക, അകറ്റുക. വീക്കനിങ് ദ സെക്യുലാരിസം ത്രൂ അൺഈക്വൽ ലോസ് അല്ലേ. ചില മതക്കാർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത നിയമങ്ങൾ ഇറക്കുമ്പോൾ മറ്റു മതത്തിലുള്ളവന് ദേഷ്യം തോന്നുന്നത് കുറ്റമാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കുറ്റമല്ലെന്ന് പറയേണ്ടി വരും. ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് റിലീജിയസ് മൈനോറിറ്റീസ് അല്ലേ. ഈ പറയുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ. ഫെയിലിയർ ടു പ്രൊട്ടക്ട് ആൻസിസ്ട്രൽ ലാൻഡ് ആൻഡ് ലൈവ്ലിഹുഡ് അല്ലേ. അത് നമ്മൾ പഠിച്ചതാണല്ലേ. നമ്മുടെ ആൻസിസ്ട്രൽ ലാൻഡ് എന്ന് വെച്ചാൽ എന്താ, പാരമ്പര്യമായിട്ട് കിട്ടിയ സ്ഥലം അല്ലേ. ചിലപ്പോൾ വികസനത്തിൻ്റെ പേരിൽ നിന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ വിട്ടിറങ്ങേണ്ടി വരും. അപ്പോൾ നമ്മുടെ ലൈവ്ലിഹുഡ്, തൊഴിൽ മാർഗ്ഗങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ വൈവിധ്യത എന്ന് പറഞ്ഞ് നമ്മൾ നിൽക്കാൻ പറ്റുമോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യും അല്ലേ. പ്ലൂറാലിറ്റി എന്ന് പറഞ്ഞ് സ്നേഹം കാണിക്കാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവർ പ്രൊട്ടസ്റ്റിലോട്ട് പോകും. അപ്പോൾ ഇതൊക്കെ ഈ പറയുന്ന പ്ലൂറലിസം നേരിടുന്ന ചലഞ്ചസാണ്. അപ്പോൾ ഈ ചലഞ്ചസിനെ ഒഴിവാക്കാനുള്ള മാർഗമാണ് എന്ത്, നാഷണൽ ഇൻ്റഗ്രേഷൻ. എന്താണ് നാഷണൽ ഇൻ്റഗ്രേഷൻ? ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് നിങ്ങൾ മാത്തമാറ്റിക്സ് പഠിക്കും. ഇങ്ങനൊരു സിമ്പിളൊക്കെ ഇട്ടിട്ട് ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ ഒക്കെ എടുത്തിട്ട്
+1 +2 പോവുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കും ഇത്. അന്ന് നിങ്ങളിതിനെ വെറുക്കും. എന്നാലും നമ്മൾ ഈ പറയുന്ന d/dx എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ട്, സംഭവങ്ങളുണ്ട്, രസമാണ്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രേഷൻ നമ്മൾ മാത്തമാറ്റിക്സിൽ പറയുന്ന ഡെഫിനിഷൻ തന്നെ എങ്ങനെയാണ്? ചെറിയ ചെറിയ യൂണിറ്റുകളെ നമ്മൾ ഒരുമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരുമിപ്പിക്കുമ്പോൾ കിട്ടുന്നതാണ് ഇൻ്റഗ്രേഷൻ. ഡിഫറൻസിയേഷൻ ഇങ്ങനെ d/dx എന്നൊക്കെ നിങ്ങൾ ചേട്ടന്മാരൊക്കെ എഴുതി പോകുന്ന കണ്ടിട്ടില്ലേ, d/dx ഓഫ് sin x = എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനകത്ത് എന്താണ്, വലിയ ഒന്നിനെ വിഘടിപ്പിക്കുകയാണ് ഡെറിവേഷൻ, അല്ല ഈ പറയുന്ന ഡിഫറൻസിയേഷനിൽ. അപ്പോൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, കൂട്ടിച്ചേർക്കലാണ്. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിനെ അല്ലേ ദേശീയോദ്ഗ്രഥനം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുകയാണ്, നമ്മൾ ഒരുമിപ്പിക്കുകയാണ്. അപ്പോൾ എന്താണ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. അതാണ് ഞാൻ നിങ്ങൾ സിമ്പിൾ ഭാഗമാണ്, കേട്ടിരിക്കേണ്ടതേ ഉള്ളൂ. എന്താണ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യത്യസ്തമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആൾക്കാർ, അത് റീജിയൻ ആയിക്കോട്ടെ, ലാംഗ്വേജ് ആയിക്കോട്ടെ, റിലീജിയൻ ആയിക്കോട്ടെ, കൾച്ചർ ആയിക്കോട്ടെ, ഈ പറയുന്ന വൈവിധ്യതകളൊക്കെ മാറ്റി നിർത്തി നമ്മളെ ഒരൊറ്റ രാജ്യമെന്ന് പറയുന്ന ആ ഒരു അഖണ്ഡ ഭാരതം എന്ന് പറയുന്നത് തെറ്റായിപ്പോ അല്ലേ, ഒറ്റ രാജ്യം എന്ന് പറയുന്ന ആ ഒരു യൂണിറ്റി പിടിച്ചു നിർത്തുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയും. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എന്ത് വ്യത്യാസം ഉണ്ടെങ്കിലും നമ്മൾ ഇന്ത്യക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുമിച്ചിരിക്കും അല്ലേ. ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും, മതത്തിൻ്റെ പേരിലോ അല്ലെങ്കിൽ ഇപ്പോൾ സിനിമാ നടന്മാരുടെ പേരും പറഞ്ഞാൽ നമ്മൾ വ്യത്യാസത്തിൽ തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയായിരിക്കും. പക്ഷേ രാജ്യം എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കും, നമ്മൾ രാജ്യത്തിൻ്റെ കൂടെ നിൽക്കും അല്ലേ. ആ പറയുന്ന യൂണിറ്റി, നമ്മളതിന് ഒരു വാക്ക് ഉപയോഗിക്കാറുണ്ട്, യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി അല്ലേ. എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്, ഡൈവേഴ്സിറ്റി അഥവാ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ എന്താണ്, ഇന്ത്യക്കാരെന്ന രീതിയിൽ യുണൈറ്റഡ് ആണ്. സോ യൂണിഫൈസ് ദ ഇന്ത്യൻ സൊസൈറ്റി ഇൻ ടു എ നേഷൻ ഐഡൻറ്റിഫൈഡ് ബൈ റെസ്പെക്ടിങ് ഇന്ത്യസ് കൾച്ചർ, ലിംഗ്വിസ്റ്റിക് ആൻഡ് റിലീജിയസ് ഡൈവേഴ്സിറ്റീസ്. ഇറ്റ് എംഫസൈസസ് പീപ്പിൾസ് ഐഡൻറ്റിറ്റി, സോളിഡാരിറ്റി, പബ്ലിക് ഐഡൻറ്റിറ്റി വൈൽ റെസ്പെക്ടിങ് ദർ ഡൈവേഴ്സിറ്റി അല്ലേ. ഇപ്പോൾ കോമൺ ആയ കാര്യങ്ങൾ നമ്മൾ അംഗീകരിക്കുകയും എന്നാൽ അതിലെ വ്യത്യസ്തതകൾക്ക് ബഹുമാനം കൊടുക്കുകയും ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് എന്ത്, നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ എന്താണ്, അതൊരു പ്രോസസ്സാണ്. നമ്മൾ എന്ത് ചെയ്യും, വ്യത്യസ്തമായിട്ടുള്ള ഡിഫറൻറ്റ് ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്ന് വരുന്ന, അത് മതം, ഭാഷ സ്ഥലം, മതം, ഭാഷ, കൾച്ചർ എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ വ്യത്യസ്തതകളെ ബഹുമാനിക്കുന്ന ഒരു പരിപാടിയാണ്. അതിലൂടെ എന്ത് ചെയ്യുന്നു, യൂണിഫൈയിങ് ആൻഡ് ഹാർമോണിയസ് സ്റ്റേറ്റ് അല്ലെ, അതുപോലെ നമ്മൾ യുണൈറ്റഡ് ആയിട്ടുള്ള ഒരൊറ്റ രാജ്യമായിട്ട് മാറുന്ന ആ ഒരു പ്രക്രിയയാണ് നാഷണൽ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതിൽ ഓരോ വ്യക്തികളുടെയും ഐഡൻറ്റിറ്റിക്ക് ബഹുമാനം കൊടുക്കുന്നു, സോളിഡാരിറ്റി ആ യൂണിറ്റിക്ക് ബഹുമാനം കൊടുക്കുന്നു, പബ്ലിക് ഐഡൻറ്റിറ്റി, അതുപോലെ തന്നെ വ്യത്യസ്തതകൾക്കും നമ്മൾ ഗുണം അല്ലെങ്കിൽ കൊടുക്കുന്നു, അല്ലെങ്കിൽ അതിന് സ്ഥാനം കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതെന്താണ്, നമ്മുടെ സൊസൈറ്റികളെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ഇനി ഈ പറയുന്ന നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ ഇനി പഠിക്കാനുള്ള പ്രധാന പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫീച്ചേഴ്സാണ്. ഈ പറയുന്ന നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന്, നർച്ചേഴ്സ് യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. യൂണിറ്റിയും അതിലുള്ള വ്യത്യസ്തതയും നമ്മൾ എന്ത് ചെയ്യുക, വളർത്തിക്കൊണ്ടുവരിക. സോഷ്യൽ യൂണിറ്റി കൊണ്ടുവരിക, നാഷണൽ ഐഡൻറ്റിറ്റി ഡെവലപ്പ് ചെയ്യുക, ഇന്ത്യക്കാരെന്ന് പറയുന്ന ആ ഒരു വികാരം എൻകറേജ് ചെയ്യുക, സോഷ്യൽ ഡെവലപ്മെൻറ്റിനെ സ്ട്രെങ്തൻ ചെയ്യുക, ഡെമോക്രാറ്റിക് ഗവേണൻസിനെ ഹെൽപ്പ് ടു ഓവർകം ദ ചലഞ്ചസ് ഓഫ് പ്ലൂറലിസം. നേരത്തെ പറഞ്ഞ മതത്തിൻ്റെയൊക്കെ പേരിലുണ്ടാകുന്ന ആ പറയുന്ന ചലഞ്ചസിനെ എന്ത് ചെയ്യുക, ഓവർകം ചെയ്യുക. ഇതാണ് നമ്മുടെ നാഷണൽ ഇൻ്റഗ്രേഷൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചറുകൾ എന്ന് പറയുന്നത്. ഇത് ചോദിക്കാൻ സാധ്യത ഉള്ള നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ഫീച്ചേഴ്സ് ഓഫ് നാഷണൽ ഇൻ്റഗ്രേഷൻ. അപ്പോൾ നാഷണൽ ഇൻ്റഗ്രേഷൻ എന്തെന്ന് ചോദിച്ചാൽ എന്താണ്, പ്രോസസ് ബൈ വിച്ച് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്, റീജിയൻ, ലാംഗ്വേജ്, റിലീജിയൻ, കൾച്ചർ ആർ respected for their diversity and leading to a unified and harmonious state. ഇതാണ് നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ടത്. അതിൻ്റെ ഫീച്ചേഴ്സിനകത്ത് വരുന്ന ഒന്നാണ് എന്താ, നമ്മുടെ യൂണിറ്റിയും ഡൈവേഴ്സിറ്റിയും നർച്ചർ ചെയ്യുക, വളർത്തിയെടുക്കുക. സാമൂഹിക ഐക്യം എൻകറേജ് ചെയ്യുക, അതിനെ പ്രൊമോട്ട് ചെയ്യുക, അതിനെ സപ്പോർട്ട് ചെയ്യുക. നാഷണൽ ഐഡൻറ്റിറ്റിയെ ഡെവലപ്പ് ചെയ്യുക അല്ലേ. നമ്മൾ ഈ വ്യത്യസ്തതകൾ പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മൾ ഇന്ത്യക്കാരെന്ന് പറയുന്നൊരു വികാരം നമ്മളിലേക്ക് കൊണ്ടുവരിക. സമൂഹത്തിന് ഡെവലപ്മെൻറ്റിനെ എൻകറേജ് ചെയ്യുക. ഡെമോക്രാറ്റിക് ഗവേണൻസിനെ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ ഡെമോക്രസിക്ക് തെറ്റുണ്ടാക്കുക, അതായത് ജനങ്ങൾ അവർക്ക് അല്ലെങ്കിൽ അവരെ ഭരിക്കാൻ കഴിവുള്ള ഒരാളെന്നൊരാളെ കണ്ടെത്തി അവർക്ക് വോട്ട് ചെയ്യുക, അല്ലാതെ മതവും ജാതിയുടെയും പേരിൽ വോട്ട് ചെയ്യുന്ന പരിപാടിയല്ല ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഹെൽപ്പ് ടു ഓവർകം ദ ചലഞ്ചസ് ടു പ്ലൂറലിസം. പ്ലൂറലിസത്തിന് നേരിട്ട ചലഞ്ചസ് നമ്മൾ തൊട്ടു മുന്നേ പറഞ്ഞു, അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇത്രയും ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാഷണൽ ഇൻ്റഗ്രേഷൻ കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി വലിച്ചു നീട്ടേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ, കാര്യങ്ങൾ പിടികിട്ടുമല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഇന്നത്തോടെ നമ്മുടെ ഫുൾ ടോപ്പിക്കും നമ്മളിവിടെ എന്ത് ചെയ്തിരിക്കുകയാണ്, കവറ് ചെയ്തിരിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് സ്കൂളിലായാലും
ട്യൂഷൻ സെൻറ്ററിലായാലും എവിടെയായാലും പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ വിഷയങ്ങളും, സയൻസിൻ്റെയും സോഷ്യൽ സയൻസിൻ്റെയും എല്ലാ വിഷയത്തിൻ്റെയും നമ്മളുടെ ഈ വരാൻ പോകുന്ന SSLC ഫൈനൽ എക്സാമിന് വേണ്ടിയുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇതിൻ്റെ നോട്ടും നമുക്ക് ഉടനെ തന്നെ സെറ്റാകും. അതോടുകൂടി ഫുൾ സെറ്റ്. ഇനിയുള്ള ജോലി റിവിഷനും PYQ, റിവിഷൻ മോഡൽ ചോദ്യം ഇത് ചെയ്തുകൊണ്ടിരിക്കുക ഇനിയുള്ള ദിവസങ്ങളിൽ. അതോടുകൂടി നമുക്ക് എന്ത് കിട്ടും? ഈ എക്സ്പെക്റ്റ് ചെയ്യുന്ന നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് 100% കിട്ടും. ഇപ്പോൾ കണ്ട മോഡൽ എക്സാമും അല്ലെങ്കിൽ ഈ ടേം 2 എക്സാമും ഒന്നും കണ്ട് നിങ്ങൾ പേടിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. കാരണം ആവശ്യമില്ലാത്ത പേടി നിങ്ങളുടെ ടെൻഷൻ കൂട്ടുമെന്നല്ലാതെ നിങ്ങൾക്ക് ഒരു ഗുണവും ചെയ്യാൻ പോകുന്നില്ല. കൂട്ടുകാരന് മാർക്ക് കൂടുതലായിരിക്കാം, ചിലപ്പോൾ കുറവായിരിക്കാം, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ചിലപ്പോൾ നിങ്ങളുടെ തൊട്ട് മുന്നേ പഠിച്ച സീനിയേഴ്സിൽ നിങ്ങളുടെ ബന്ധുക്കളുണ്ടെങ്കിൽ അവർ ചിലപ്പോൾ ടേം 2 പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങിച്ചിട്ടായിരിക്കും ടേം 3 അല്ലെങ്കിൽ ലാസ്റ്റ് പരീക്ഷയ്ക്ക് ഫുൾ A+ വാങ്ങിച്ചു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ട് ഇനി കിട്ടുമെന്നുള്ള സംശയമൊക്കെ ഉണ്ടാവും. അതിലൊന്നും ഒരു കാര്യവുമില്ല. എങ്ങനെ വന്നാലും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോപ്പിക്ക് കൂടുതലാണോ എന്ന് ചോദിച്ചാൽ കൂടുതൽ തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ നിങ്ങളും അത്രത്തോളം കഴിവുള്ള കുട്ടികളായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ പുതിയ ടോപ്പിക്ക് തന്നത്, അല്ലേ? നിങ്ങൾ കുറച്ചുകൂടി വിവരമുള്ളവരാണ്. മുന്നത്തെ ജനറേഷനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കുറച്ചുകൂടി തലയുണ്ട്, നിങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു ടോപ്പിക്ക് വന്നതെന്ന് മനസ്സിൽ വിചാരിച്ചോ? നിങ്ങൾ ഇച്ചിരി കഴിവുള്ള ആൾക്കാരാണെന്ന് വിചാരിച്ചോ? എന്നിട്ട് ടെൻഷൻ മാറ്റി വെച്ചിട്ട് കിട്ടുന്ന സമയം പഠിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. അല്ലാതെ ബുക്ക് തുറന്ന് വെച്ചേക്കുമ്പോൾ A+ കിട്ടുമെന്ന് ചിന്തിച്ചാൽ ആ സമയം കൂടെ നമ്മളതിന്ന് പോകത്തേ ഉള്ളൂ. നമ്മുടെ ഈ പറയുന്ന ക്രിക്കറ്റ് കളിക്കുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, മഹേന്ദ്ര സിംഗ് ധോണി. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂവിൽ പറഞ്ഞു കേട്ടൊരു കാര്യമാണ്, അല്ലേ? അദ്ദേഹം ഇങ്ങനെ എപ്പോഴും ക്യാപ്റ്റൻ കൂളെന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും കൂളായിട്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞത്, ആ പറയുന്ന സമയത്തെ പറ്റി മാത്രം ചിന്തിക്കുക. മുന്നിൽ വരുന്ന ബോളിനെ അടിച്ചു കളയുക, അതെങ്ങനെയൊക്കെ നന്നായിട്ട് അറിയാമെന്നുള്ള പരിപാടിയാണ്. അപ്പോൾ അതിനെപ്പറ്റി മാത്രം ചിന്തിക്കുക. നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തെ പറ്റി മാത്രം ചിന്തിക്കുക. ബാക്കി വരുന്നത് വരും. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ കിട്ടുന്ന സമയം നിങ്ങൾക്ക് പഠിക്കാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചുമ്മാ കളിച്ച് കളയാം. അപ്പോൾ ആ കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് കിട്ടുന്ന സമയം. അത് നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കാൻ വേണ്ടി അങ്ങോട്ട് ഉപയോഗിച്ചാൽ ബാക്കിയൊക്കെ വരുന്നിടത്ത് വരും. അങ്ങനെ വിചാരിച്ചങ്ങ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞതുപോലെ റിവിഷനുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.